ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ടൈം സീരീസ് അനാലിസിസ്, വാട്ട് ആർ ദി കോമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസ് അനാലിസിസ്, അതുപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള മൂവിങ് ആവറേജ് മെത്തേഡ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസുമാണ്. ടൈം സീരീസ് അനാലിസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ടൈം പീരീഡിലുള്ള ഡാറ്റയെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണിത് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ്ഡ് ടു സ്റ്റഡി ആൻഡ് അനലൈസ് ഡാറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ വ്യത്യസ്ത ടൈം പീരീഡിലായിട്ട് കളക്ട് ചെയ്ത ഡാറ്റയെ പഠനം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണിത് ടൈം സീരീസ് അനാലിസിസ്. ആ ഡാറ്റ ഏതൊക്കെ ആവാം? ഡെയിലി കളക്ട് ചെയ്ത ഡാറ്റ ആവാം, മന്ത്ലി കളക്ട് ചെയ്ത ഡാറ്റ ആവാം, ഇയർലി ഡാറ്റ ആവാം, മറ്റു ഏതെങ്കിലും പീരിയഡ് ആവാം. ടു ഐഡൻറ്റിഫൈ പാറ്റേൺ ആൻഡ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ വാല്യൂസ്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുക, ഒരു 10 വർഷത്തെ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡാറ്റ കളക്ട് ചെയ്യാണ്. ഓരോ വർഷവും ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്, അതിനെ 10 വർഷത്തിൻ്റെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഈ 11ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രെഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 10ാമത്തെ വർഷം 10 രൂപയാണെങ്കിൽ 11ാമത്തെ വർഷം ഇത്രയായിരിക്കും. പാസ്റ്റിലെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇത്തരം അനാലിസിന് നമ്മൾ എന്ത് പറയുന്നത്? ടൈം സീരീസ് അനാലിസിസാണ്. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, വ്യത്യസ്ത ഡാറ്റകളെ, വ്യത്യസ്ത ടൈം പീരീഡിലെ ഡാറ്റകളെ അനാലിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണിത് ടൈം സീരീസ് അനാലിസിസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം സീരീസ് അനാലിസിൻ്റെ കോമ്പോണൻസ് ആണ്. പ്രധാനമായിട്ടും 4 കോമ്പോണൻസാണ് വരുന്നത്. അതിൽ ഒന്നാണ് സെക്കുലർ ട്രെൻഡ്, 2 സീസണൽ വേരിയേഷനാണ്, 3 സൈക്ലിക്കൽ വേരിയേഷന്, 4 ഇറഗുലർ വേരിയേഷൻ. അതിൽ സെക്കുലർ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. അതായത് ഒരുപാട് കാലം ഒരേ ട്രെൻഡ് തന്നെ പോവുകയാണ്. സപ്പോസ് ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് ഓരോ വർഷം ഇൻക്രീസ് ചെയ്യുകയാണ്. അതെന്താണ്? ഒരേ രീതിയിലാണ് ട്രെൻഡ് പോകുന്നത്. അങ്ങനെ ലോങ് ടേമിൽ ഒരു സെയിം മൂവ്മെൻ്റ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് സെക്കുലർ ട്രെൻഡ്. അതായത് 10 വർഷമായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? സെക്കുലർ ട്രെൻഡാണ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെന്താണ്? ഒരു സെക്കുലർ ട്രെൻഡാണ്. അപ്പോൾ സെക്കുലർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം മൂവ്മെൻ്റ് ആണ്. ഒരേ പാറ്റേണിൽ ലോങ് ടേമിലേക്കുള്ള മൂവ്മെൻറ്റിന് പറഞ്ഞ പേരാണിത് സെക്കുലർ ട്രെൻഡ്. സെക്കൻഡ് ആണ് സീസണൽ വേരിയേഷൻ, റെഗുലർ ഫ്ലക്ച്വേഷൻ വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ള റെഗുലറായിട്ട് വരുന്ന ഫ്ലക്ച്വേഷൻസ്, മാറ്റങ്ങൾ എന്ത് വന്നത്? സീസണൽ വേരിയേഷൻ വന്നത്. ഇതാണ് റെഗുലർ ഫ്ലക്ച്വേഷൻസ് വിത്തിൻ എ ഇയർ. ദെൻ സൈക്ലിക്കൽ വേരിയേഷൻസ്, ഒരു ബിസിനസ് സൈക്കിളിനെ പോലെ എല്ലാ സമയത്തും എന്ത് ചെയ്യാണ്? സെവറൽ ഇയേഴ്സിൽ മൂവ്മെൻറ്റ് വരികയാണ്. അതൊന്ന് കൂടും പിന്നീടൊന്ന് കുറയും. നമുക്കറിയാം ബിസിനസ് സൈക്കിൾ, ബൂമ്, റിസഷൻ, റിക്കവർ എന്ന് പറയുന്ന ബിസിനസ് സൈക്കിൾ. അപ്പോൾ സൈക്ലിക്കൽ വേരിയേഷൻ പറഞ്ഞാൽ ബിസിനസ് സൈക്കിൾ മൂവ്മെൻറ്റ് ഓവർ എ സെവറൽ ഇയേഴ്സ്. ദെൻ ഇറഗുലർ വേരിയേഷൻ പറഞ്ഞാൽ ആക്സിഡൻ്റൽ ഓർ അൺഫോർസീൻ ഫ്ലക്ച്വേഷൻസ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ഫ്ലക്ച്വേഷൻസാണ് ഇറഗുലർ വേരിയേഷൻ. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നതാണ് ആക്സിഡൻറ്റ്. അതുപോലെ തന്നെ മറ്റുള്ള അൺഫോർസീൻസ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന എന്തൊരു കാര്യവും എന്താണ്? ഇറഗുലർ വേരിയേഷനാണ്. അപ്പോൾ 4 കോമ്പോണൻസാണ് പറഞ്ഞത്. 1 സെക്കുലർ ട്രെൻഡ്, 2 സീസണൽ വേരിയേഷന്, 3 സൈക്ലിക്കൽ വേരിയേഷന്, 4 ഇറഗുലർ വേരിയേഷൻ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൂവിങ് ആവറേജ് മെത്തേഡാണ്. ടൈം സീരീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ഒരു ഭാഗത്തു നിന്ന് പ്രോബ്ലം വരാറുണ്ട്.
കൃത്യമായിട്ട് മൂവിങ് ആവറേജ് മെത്തേഡ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ്. ദ മൂവിങ് ആവറേജ് മെത്തേഡ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ഇൻ ടൈം സീരീസ് അനാലിസിസ് ടു മെഷർ ദി ട്രെൻഡ് ബൈ എലിമിനേറ്റിംഗ് ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ്. ടൈം സീരീസ് അനാലിസിസ് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് മെഷർമെൻ്റ് ആണിത് മൂവിങ് ആവറേജ് മെത്തേഡ്. ടൈം സീരീസിലെ ട്രെൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത് മൂവിങ് ആവറേജ് മെത്തേഡ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ്, ഷോർട്ട് ടേമിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് സ്മൂത്ത് ഡാറ്റ ബൈ ടേക്കിംഗ് ആവറേജ് ഓഫ് ഫിക്സഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, നമുക്ക് നൽകിയ ഡാറ്റയുടെ ആവറേജ് എടുക്കുന്നു. ആ ആവറേജ് എന്തൊക്കെയാവാം? 3 ഇയർലി ആവാം, 4 ഇയർലി ആവാം, 5 ഇയർലി ആവാം. അപ്പോൾ ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഏരിയയാണ്. നെക്സ്റ്റ് മൂവിങ് ആവറേജ് മെത്തേഡിൻ്റെ ഡെഫിനിഷനാണ്. മൂവിങ് ആവറേജ് ഈസ് ദി ആവറേജ് ഓഫ് എ ഫിക്സഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻസ്. അല്ലേ, ഫിക്സഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ്റെ ആവറേജ് ആണ്. കാൽക്കുലേറ്റഡ് കണ്ടിന്യൂസ്ലി ബൈ ഡ്രോപ്പിംഗ് ദി ഫസ്റ്റ് വാല്യൂ ആൻഡ് ആഡിങ് ദി നെക്സ്റ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ വാല്യൂസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോകുന്നു. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞിടാം. അപ്പോൾ തിയറിയിൽ നമുക്ക് ഇത് പെട്ടെന്ന് ഇത് എന്താണ് മനസ്സിലാവില്ല, പ്രോബ്ലത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒന്നാണിത് മൂവിങ് ആവറേജ്. ഇവിടെ 3 ഇയർലി മൂവിങ് ആവറേജ് ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ 3 ഇയർലി ആണെങ്കിൽ അല്ലേ, ആദ്യം എന്ത് ചെയ്യണം? ആ 3 വർഷത്തെ ഒബ്സർവേഷൻസ് നമ്മൾ കൂട്ടണം, ഡിവൈഡ് ബൈ 3 ചെയ്ത അത്ര ചെയ്യാനുള്ളൂ. 3 വർഷത്തെ ഒബ്സർവേഷൻ കൂട്ടുന്നു, ഡിവൈഡ് ബൈ 3. ഓക്കെ അല്ല. ഇനി 4 ഇയർലി മൂവിങ് ആവറേജ് വെച്ചാൽ 4 വർഷത്തെ ഒബ്സർവേഷൻസ് നമ്മൾ കൂട്ടുന്നു, ഡിവൈഡ് ബൈ 4. ദെൻ 5 വർഷത്തെ ആണെങ്കിലോ 5 വർഷത്തെ ഒബ്സർവേഷൻ കൂട്ടുന്നു, ഡിവൈഡ് ബൈ 5. അപ്പോൾ മൂവിങ് ആവറേജ് കാണാൻ 3 മെത്തേഡാണ് മെയിനായിട്ട് വരുന്നത്. 3 ഇയർലി വരുന്നുണ്ട്, 4 ഇയർലി വരുന്നുണ്ട്, 5 ഇയർലി വരുന്നുണ്ട്. അപ്പോൾ ഏത് വന്നാലും വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മൂവിങ് ആവറേജ് മെത്തേഡുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് മെത്തേഡുമായി ബന്ധപ്പെട്ട വരുന്ന ഏതൊരു പ്രോബ്ലം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. വളരെ എളുപ്പമുള്ള ഏരിയയാണ് മൂവിങ് ആവറേജ്. ചോദ്യതാണ്, കൺസ്ട്രക്ട് 3 ഇയർലി മൂവിങ് ആവറേജ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. താഴെ നൽകിയ ഡാറ്റ പ്രകാരം 3 ഇയർലി മൂവിങ് ആവറേജ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ 3 ഇയർലി വരാം, 4 ഇയർലി വരാം, 5 ഇയർലി വരാം. എന്നിട്ട് നൽകിയുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇയറും നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആനുവൽ സെയിൽസ് ഇൻ ലാക്സും നൽകിയിട്ടുണ്ട്. ഇയർ 2016 മുതൽ 2024 വരെ ഉണ്ട്. ഓരോ വർഷത്തിൻ്റെയും ആനുവൽ സെയിൽസും ഉണ്ട്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൂവിങ് ആവറേജ് 3 ഇയർലി മൂവിങ് ആവറേജ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഹെഡിങ് കൊടുക്കുക 3 ഇയർലി മൂവിങ് ആവറേജ്. എന്നിട്ട് ഫസ്റ്റ് അല്ലേ 3 ഇയർ പീരീഡ് ജസ്റ്റ് ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. കാൽക്കുലേഷൻ ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. 3 ഇയർലി മൂവിങ് ആവറേജിന് ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. ഇവിടെ ലാക്സിലായതുകൊണ്ട് ബ്രാക്കറ്റിൽ ലാക്സ് എന്ന് കൊടുക്കുക. ഇനി ഫസ്റ്റത്തെ 3 വർഷം എന്ന് പറഞ്ഞത് 2016, 17, 18. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാലാവധി 2016 to 18. അതിൻ്റെ 3ൻ്റെയും എന്ത് ചെയ്യുന്നു? ആനുവൽ സെയിൽസ് നമ്മൾ കൂട്ടുന്നു. 43 + 45 + 50 ഈസ് ഈക്വൽ ടു എത്രയാണ്? 138. 3 ഇയർലി മൂവിങ് ആവറേജ് ആയതുകൊണ്ട് 3 കൂട്ടി 3 ഇട്ടിരിക്കാം. ഇനി 4 വർഷമാണെങ്കിൽ ഫസ്റ്റത്തെ 4 കൂട്ടും 4 ഇട്ടിരിക്കാം. 5 ആണെങ്കിൽ 5 കൂട്ടും 5 ഇട്ടിരിക്കാം. അത്ര ഇവിടെ ചെയ്യണുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം പഠിഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ എത്ര കിട്ടി? 138 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 46 കിട്ടും. ഇനി അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലേ, ഈ 2016 നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു, ഫസ്റ്റ് ഇയറിനെ ഡ്രോപ്പ് ചെയ്യുന്നു. അടുത്ത 3 വർഷം 17, 18, 19 അതിൻ്റെ സെയിൽസ് കൂട്ടുക. അല്ലേ, 17 45 18 50 19 54. അത് 3 കൂട്ടിക്കഴിഞ്ഞാൽ 149 കിട്ടും, ഡിവൈഡ് ബൈ 3 49.67. 3 ഇയർലി മൂവിങ് ആവറേജ് ആയതുകൊണ്ടാണ് നമ്മൾ 3 അടിക്കുന്നത്. 3 കൂട്ടിയിട്ട് 3 അടിക്കുക. 4 ഇയറിൽ വെച്ചാൽ 4 കൂട്ടിയിട്ട് 4 അടിക്കുക. 5 ഇയറിൽ വെച്ചാൽ 5 കൂട്ടിയിട്ട് 5 അടിക്കുക. അത്ര ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ. ഇനി 18 to 20
ഇല്ല, അതിൻ്റെ 3 കൂട്ടുന്നു. അപ്പോൾ ഇത് രണ്ടും ഡ്രോപ്പ് ചെയ്തു. 50, 54, 51 അതാണ് 3 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 155 ഡിവൈഡഡ് ബൈ 3 51.6 എന്ന് കിട്ടും. ഇനി 2019 to 21 അപ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ദെൻ 54, 51, 49 കൂട്ടുന്നു. അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, 154 കിട്ടും. ഡിവൈഡ് ബൈ 3 ചെയ്താൽ 51.33 കിട്ടും. ഇനി 2020 to 22 അല്ലേ, അടുത്ത 3 വർഷം. അപ്പോൾ 20 ഇതും ഡ്രോപ്പ് ചെയ്തു. 20 to 22 51, 49, 52 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 152 കിട്ടും. ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 50.67. ഇനി അങ്ങനെ ഓരോന്നും അല്ലേ, അവിടെ ഫുള്ള് പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2021 to 23 അപ്പോൾ ഇതും കൂടി ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കൂട്ടുന്നു. 49, 52, 56 ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 157 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 52.33 കിട്ടും. ഇനി 2022, 24 അതെന്ത് ചെയ്യുന്നു, 3 കൂട്ടുന്നു അല്ലേ. ഇതും ഡ്രോപ്പ് ചെയ്തു. ആ 3 52, 56, 60 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും, 168 കിട്ടും. ഡിവൈഡ് ബൈ 3 ചെയ്താൽ 56 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ വർഷത്തെയും മൂവിങ് ആവറേജ് കാണാം. അപ്പോൾ 3 ഇയർലി ആണെങ്കിൽ അല്ലേ 3 കൂട്ടുക, 3 തിരിക്കുക. അടുത്ത് ചെയ്യുമ്പോൾ ഫസ്റ്റത്തത് ഒഴിവാക്കുക, അടുത്ത 3 കൂട്ടുക, 3 തിരിക്കുക. ദെൻ നെക്സ്റ്റ് ഒഴിവാക്കുക, അടുത്ത 3 കൂട്ടുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി 4 ഇയറിൽ വെച്ചാൽ ആദ്യത്തെ 4 കൂട്ടുക, ഡിവൈഡ് ബൈ 4 ചെയ്യുക, എന്നിട്ട് 1 ഒഴിവാക്കുക, പിന്നെയുള്ള 4 കൂട്ടുക. അങ്ങനെയാണ് മൂവിങ് ആവറേജ് കാണുക. അപ്പോൾ ഏത് മൂവിങ് ആവറേജ് ആണെങ്കിലും 3 ഇയർലി ആണെങ്കിലും 4 ഇയർലി ആണെങ്കിലും 5 ഇയർലി ആണെങ്കിലും വളരെ എളുപ്പമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.